Hello everyone, welcome back to Future Plus Academy. Yes, this is your Sudharma Miss. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 7th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട്. അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചും അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അതായത് ഒരു പേപ്പറിന് നിങ്ങൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതായിട്ടുണ്ട്, സെറ്റ് 1 ആൻഡ് സെറ്റ് 2. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അസൈൻമെന്റ് നമ്മൾ എവിടെ നോക്കി എഴുതും, അല്ലെങ്കിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്. നിങ്ങൾ എല്ലാവരും ഓടിപ്പോകുന്നത് AI ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും, AI അസിസ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. നോ ഡൗട്ട് ഓൺ ദാറ്റ്, ബിക്കോസ് സൊസൈറ്റി ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ അപ്ഡേഷൻ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയട്ടെ, അത് പണി കിട്ടും. യെസ്, ഫോർ ഷുവർ. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ഈ ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് നിങ്ങൾ എത്രത്തോളം അതിൽ ആഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ചെയ്യുന്ന അസൈൻമെന്റിന്റെ ഓതന്റിസിറ്റി, ആധികാരികത അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കൂടുമെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതാനുള്ള ഏറ്റവും നല്ലൊരു ഉറവിടമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റു പല ഓതന്റിക്കൽ സോഴ്സസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ പേപ്പറിനും ഓരോ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അസൈൻമെന്റ് വൃത്തിയായി ഒരു A4 ഷീറ്റില് ബോർഡർ ഒക്കെ വരച്ച് നിങ്ങൾ തന്നെ എഴുതിയിരിക്കണം. ടൈപ്പിംഗ് ഇസ് നോട്ട് അലൗഡ്. യെസ്, ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് നമുക്കില്ല. നിങ്ങൾ ഹാൻഡ് റിട്ടേൺ കോപ്പി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് അസൈൻമെന്റ് എഴുതാൻ പറ്റുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് പൊതുവേ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം മലയാളം, ഹിന്ദി ഒഴികെയുള്ള വിഷയങ്ങൾ, ഇപ്പം അത് സോഷ്യോളജി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും മറ്റേത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ വൃത്തി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളൊരു ബോർഡർ ഒക്കെ വരച്ച് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊടുത്തുകൊണ്ട് വേണം അസൈൻമെന്റ് എഴുതാൻ. യെസ്, അസൈൻമെന്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ആ സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് അറിയോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു സ്റ്റേ ട്യൂൺ വിത്ത് മീ. ആൻഡ് യെസ്, ഫോർ മോർ ഡീറ്റെയിൽസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി നൽകുന്ന പ്രോഗ്രാമുകൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസൈൻമെന്റ് അസിസ്റ്റൻസും ഞങ്ങൾ നൽകുന്നുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.